നമസ്കാരം, എൻ്റെ പേര് ആനന്ദൻ. വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ ടോപ്പിക് ആക്ച്വലി കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊളസ്ട്രോൾ എന്താണെന്നും കൊളസ്ട്രോളിന്റെ ഇമ്പോർട്ടൻസും കൊളസ്ട്രോൾ എങ്ങനെ ശരീരത്തിൽ കൂടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഈ HDL കൂട്ടി LDL കുറയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് എല്ലാവർക്കും കാണുന്ന പോലെ നമ്മുടെ പൊതുവെ ഉള്ള ബ്ലഡ് റിസൾട്ടിൽ, അതായത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിനകത്ത് പൊതുവെ എല്ലാവരുടെയും LDL കൂടുതലായിരിക്കും, HDL കുറവായിരിക്കും, ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും. അപ്പം ഇതെങ്ങനെ നമുക്ക് നോർമൽ ലെവലിലോട്ട് എത്തിക്കാം വിതൗട്ട് മെഡിസിൻ? ഇത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അത് സിവിയർ ഒത്തിരി കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊരു ബോർഡർ ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്ത് അത് കുറയ്ക്കാൻ പറ്റും? ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 3 മാസം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഒരു 4th മന്ത് ആ മാസം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിനകത്തുള്ള വാല്യൂസ് ഉറപ്പായും അത് കുറവായിരിക്കും, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും. ഒന്ന് ചെയ്തു നോക്കൂ, നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഈസ് എക്സസൈസ്. ഡെയിലി ഒരു 30 മിനിറ്റ് എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കുക. നിങ്ങൾക്ക് സൈക്ലിംഗ് ആവാം, വാക്കിംഗ് ആവാം, എന്തെങ്കിലും ജോഗിങ് ആവാം, അല്ല എന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോവാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ ഡെയിലി അത് ഒരു 30 മിനിറ്റ് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ എക്സസൈസിന് പുറമെ നമ്മൾ ഫുഡൂടെ കൺട്രോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവൽ നോർമലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഫുഡ് ഇൻടേക്കിനകത്ത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡുകൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് സാൽമൺ, അയല, മത്തി, ട്യൂണ, ഫ്ലെക്സീഡ്, ചിയ സീഡ്, വാൾനട്ട്, യോഗട്ട്, മുട്ട, ഇവയെല്ലാമാണ് omega-3 ഫാറ്റി ആസിഡ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ. അതുകൂടാതെ ഫൈബർ റിച്ച് ഫുഡ്, അതായത് നാരുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, അതായത് ബ്രോക്കോളി, ക്യാരറ്റ്, ചീര, ഗ്രീൻ പീസ്, സ്വീറ്റ് പൊട്ടറ്റോ, കോളിഫ്ലവർ, ബീട്രൂട്ട്, ആപ്പിൾ, പേരയ്ക്ക, ഏത്തയ്ക്ക, ബെറീസ്, ഓറഞ്ച്, പപ്പായ, പൊമാഗ്രനേറ്റ്, രാജ്മ, സോയാബീൻ, പിന്നെ ആൽമണ്ട്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഓട്സ്, ബ്രൗൺ റൈസ്, മില്ലറ്റ്സ്. ഇതിന് പുറമെ ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ഫാഷൻ ഫ്രൂട്ട്, ഫ്രഷ് കുക്കുംബർ, അവോക്കാഡോ, ഇവയെല്ലാം HDL കൂട്ടി LDL കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. വെള്ളം ധാരാളമായി കുടിക്കുക. ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങൾ പുറന്തള്ളാനായിട്ട് സഹായിക്കും. ഇവയെല്ലാമാണ് കഴിക്കേണ്ട ഫുഡുകൾ. പക്ഷെ കഴിക്കേണ്ടാത്തതായിട്ടുള്ള കുറെ ഫുഡുകളുണ്ട്. ആ ഫുഡുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അത് എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതായത് ചോറ്, ബ്രെഡ്, പാസ്ത, ഈ പൊട്ടറ്റോ, പഞ്ചസാര അടങ്ങിയിരിക്കുന്ന ബേക്കറി ഐറ്റംസ്, ചിപ്സ്, ഫ്രൈഡ് ഐറ്റംസ്, ബേക്ക്ഡ് ഫുഡ്, ഇവയെല്ലാം പരമാവധി ഒഴിവാക്കുക. പിന്നെ പതിവായി ഈ ബീഫ്, മട്ടൺ, പോർക്ക്, ഈ ഡയറി പ്രൊഡക്ട്സ് കഴിക്കുന്നത് കൊണ്ട് ഈ HDL കുറയ്ക്കാനായിട്ടും LDL കൂട്ടാനായിട്ടും കാരണമാവും. അപ്പോൾ ഈ ഫുഡുകൾ നമ്മൾ കഴിക്കുകയും കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ മാത്രമല്ല, സ്ട്രോക്ക്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മീ. വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.